ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നിറവിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനം ശുശ്രൂഷിപ്പാൻ കർത്താവ് നൽകിയ അവസരത്തിനായി തിരുനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമുക്ക് അല്പസമയം ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടുമില്ല. വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളിലൊന്നായ ഫിലദൽഫിയയിലെ സഭയോട് കർത്താവ് അരുളി ചെയ്ത ഒരു വേദഭാഗമാണ് നാം വായിച്ചത്. ഇന്നത്തെ ടർക്കിയിൽ അല്ലെങ്കിൽ പഴയ ഏഷ്യ മൈനറിലുള്ള ഒരു പ്രദേശമായിരുന്നല്ലോ ഫിലാദൽഫിയ. അവിടെ ഒരു സഭയും ഉണ്ടായിരുന്നു. അവരോട് കർത്താവ് അറിയിച്ച ദൂതാണ് നാം വായിച്ചത്. അവരുടെ യഥാർത്ഥ സ്ഥിതി എന്ന കർത്താവിനറിയാം. എന്നിട്ട് 2 കാര്യം. അവരുടെ യഥാർത്ഥ സ്ഥിതി, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചതുമില്ല. അപ്പോൾ അല്പമേ ശക്തിയുള്ളൂ, ബലഹീനമായൊരു ജനം ഏത് രീതിയിലാണെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ സാമ്പത്തികമായി ക്ഷീണിച്ചവരായിരിക്കാം, ചിലപ്പോൾ സാമൂഹികമായി ഒറ്റപ്പെട്ടവരായിരിക്കാം. പലരും പല തിയറികൾ പറയുന്നുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. എല്ലാ അർത്ഥത്തിലും അവർ ബലഹീനരാണ്. വലിയ സ്വാധീന ശക്തിയൊന്നും അവർക്കില്ല. പക്ഷേ അവരെക്കുറിച്ചൊരു കർത്താവ് 2 കാര്യം പറയും. നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചതുമില്ല. എൻ്റെ വചനം കാത്തു. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം തെളിവാകുന്നു. ദൈവവചനം കാക്കാൻ വലിയ ശക്തിയും സ്വാധീനവും ആൾബലവും ഒന്നും വേണമെന്നില്ല. ബലഹീനം ഒരുപക്ഷെ വളരെ സമൂഹത്തിൽ ബലഹീനായിട്ടുള്ള അല്ലെങ്കിൽ ദുർബല വിഭാഗങ്ങളിൽപ്പെട്ടവരായിരിക്കാം. ഞാൻ തീർത്ത് പറയുന്നില്ലേ, ചിലപ്പോൾ പഠിത്തമില്ലാത്ത ഉള്ളവരായിരിക്കാം, ചിലപ്പോൾ സാമ്പത്തികമായി ക്ഷീണിച്ചവരായിരിക്കാം. ഏതായാലും ഒരു കാര്യം ശരി, അവർക്ക് അല്പമേ ശക്തിയുള്ളൂ, ബലഹീനമായ മനുഷ്യർ. പക്ഷേ അവരിലുണ്ടായിരുന്ന നല്ല കാര്യം, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വിശ്വസ്തരായിരുന്നു. അത് രണ്ടായിട്ട് കർത്താവ് പറഞ്ഞു. ഇന്നും ദൈവം നമ്മോടും ചോദിക്കുന്നു, നീ എൻ്റെ വചനം കാത്തോ? എൻ്റെ നാമം നിഷേധിക്കുന്ന കൂട്ടത്തിലോ? ഇപ്പോൾ നമ്മളെല്ലാവരുടെ നാമത്തെ ഏറ്റുപറയുന്നവരല്ലേ? എന്താണിത്? ഇതിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ചിന്തിപ്പിച്ച, എന്നോട് സംസാരിച്ച 1-2 ചിന്തകൾ ദൈവം സമക്ഷം വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, എൻ്റെ വചനം കാത്തു. എന്താണ് അതിൻ്റെ അർത്ഥം? അവരുടെ ശക്തിയെക്കുറിച്ച് നാം ചിന്തിച്ചല്ലോ. എൻ്റെ വചനം കാത്തു. അപ്പോൾ ഈ വചനം, ഒരാളുടെ വാക്ക് കാക്കണം, അല്ലെങ്കിൽ വചനം കാത്തു എന്ന് പറഞ്ഞാൽ എൻ്റെ വാക്ക് പാലിച്ചു. ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ചെയ്തു, നിങ്ങൾ അനുസരിച്ചു, എൻ്റെ വാക്കിനെ മുകളിലേക്ക് എടുത്തു. തെസ്സലോനിക്ക ലേഖനത്തിലുണ്ടല്ലോ, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം അത് മനുഷ്യൻ്റെ വാക്കായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ നിങ്ങൾ സ്വീകരിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് അപ്പോലോസ് അവരോട് പറയുകയുണ്ടായി. അപ്പോൾ ഇവിടെ എൻ്റെ വചനം കാത്തു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട്. ഒരാളുടെ വചനം കാക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തു കൊണ്ടാണ്. ഒന്ന്, ആരുടെ വാക്കാണ് കാക്കുന്നത്? വഴിയെ പോകുന്ന എല്ലാവരുടെയും വാക്ക് നാം കാക്കുകയില്ലല്ലോ. ആരെയും അവരിത് പറയുന്നതോ, കണ്ടവാനും മനുഷ്യർ ലോകത്തിലുണ്ടല്ലോ, ആരെങ്കിലും പറയുന്നതോ, വഴിയെ പോകുന്ന ഒരാൾ പറയുന്നതോ നമുക്ക് ഗൗരവമായിട്ട് എടുക്കാറില്ലല്ലോ. എൻ്റെ വചനം കാത്തു എന്ന് പറയുമ്പോൾ എൻ്റെ വചനം പാലിച്ചു, അതിനെ സീരിയസ് ആയി എടുത്തു, അതിനെ അർഹിക്കുന്ന ഗൗരവം കൊടുത്തു, അതിനെ വേണ്ടതുപോലെ കൈക്കൊണ്ടു എന്നൊക്കെ അർത്ഥം വരുമല്ലോ.
അപ്പോൾ ഈ സഭ ഇതാരാണ് സംസാരിക്കുന്നത് എന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് നിർണയം ഉണ്ടായിരുന്നു. അവരുടെ ബലഹീനാവസ്ഥ അല്ലെങ്കിൽ അല്പസ്ഥിതിയിലും വളരെ ബലഹീനമായ അവസ്ഥയിലും അവരോട് അരളിച്ചത് ആര് എന്ന അറിവ് അവർക്കുണ്ടായിരുന്നു. എബ്രായർ 12-ാം അധ്യായത്തിൽ പറയുന്നല്ലോ, അരളിച്ചതവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുകയും. രണ്ട് കാര്യം പറയുന്നു, ഭൂമിയിൽ അരളിച്ചതിനും സ്വർഗത്തിൽ നിന്ന് അരളിച്ചതിനും. ആ 12-ാം അധ്യായത്തിലുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ വാക്യം 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 13-ലുണ്ട്. മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്ന പോലെ ദൈവത്തിന്റെ വചനമായിട്ട് തന്നെ കൈക്കൊണ്ടു. അപ്പോൾ ഈ എൻ്റെ വചനം കാത്തു എന്ന് പറയുമ്പോൾ ആ വചനത്തിൻ്റെ ഉടയവനാരോ, അവൻ്റെ നാമമെന്തോ, അവൻ്റെ സ്ഥാനമെന്തോ, അവൻ്റെ പ്രാധാന്യമെന്തോ എന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ അവൻ്റെ വചനത്തേക്ക് എന്നെ കാക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതിന് ശ്രദ്ധ കൊടുക്കത്തുള്ളൂ, അതിന് പ്രാധാന്യം കൊടുക്കുകയുള്ളൂ, അനർഹിക്കുന്ന ഗൗരവം കൊടുക്കത്തുള്ളൂ. അപ്പോൾ ആരാണ് അരളിച്ചത് എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അവർ ദൈവം ഞങ്ങളുടെ കർത്താവാണ് ഞങ്ങളോട് സംസാരിച്ചത്. കർത്താവ് പറഞ്ഞതാണ്, എന്തു വന്നാലും അതനുസരിക്കണം എന്ന ബോധം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ വചനം കാത്തു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അവൻ്റെ വചനത്തെ പാലിക്കണമെങ്കിൽ ആ അരളിച്ചത് സോഴ്സ് അത് എവിടെ നിന്നാണ് വന്നതെന്നുള്ള ശരിയായ ബോധ്യം നമുക്ക് വേണം. ഇന്ന് പലപ്പോഴും ദൈവവചന മധ്യേ നടക്കുന്നത് എന്താണ്? എന്തുകൊണ്ട് ദൈവവചനം പാലിക്കാൻ കഴിയുന്നില്ല? ദൈവവചനത്തെ ദൈവവചനമായി എടുക്കാതെ മനുഷ്യൻ്റെ അഭിപ്രായമായി അവർ പലരും തള്ളുന്നു. അതിന് മറുപടി പൗലോസ് പറഞ്ഞു തന്നെയാണ്. 1 തെസ്സലോനിക്കർ 1-ാം അധ്യായം 2-ാം അധ്യായം 13-ാം വാക്യം തന്നെ ഞാൻ അങ്ങ് വായിച്ചേക്കാം. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞാൻ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിഗ്രഹ ആരാധകരായ മനുഷ്യർ, സത്യദൈവത്തെ അറിയാത്തവർ പൗലോസിൽ കൂടുള്ള ദൈവവചനം കേട്ടപ്പോൾ അതിനെ അവർ ദൈവത്തിൻ്റെ വചനമായി തന്നെ കൈക്കൊണ്ടു, സ്വീകരിച്ചു. അത് അവരിൽ വ്യാപരിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം കാണുന്നു. അപ്പോൾ ദൈവവചനത്തെ, അല്ലെങ്കിൽ എൻ്റെ വചനം കാത്തു എന്ന് പറയണമെങ്കിൽ എൻ്റെ വചനത്തിൻ്റെ ഉടയവൻ ആരാണെന്നുള്ള ശരിയായ ബോധ്യം നമ്മിലുണ്ടെങ്കിലേ നാം അവൻ്റെ വചനത്തിന് അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കുകയുള്ളൂ. സങ്കീർത്തനത്തിലുണ്ടല്ലോ, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ മസാനാളിനെ പോലെ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. അപ്പോൾ ദൈവവചനത്തെ, അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ ഉറവിടം, അല്ലെങ്കിൽ അരുളി ചെയ്തവനെ അവൻ ആരാണ് കൽപ്പിച്ചിരിക്കുന്നത്, അവൻ്റെ അധികാരം എന്താ, സ്ഥാനമെന്താ എന്ന ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാം അത് പാലിക്കും. അല്പം ശക്തിയുള്ള, അല്ലെങ്കിൽ ബലഹീനരായ മനുഷ്യർ, ബലഹീനരായ സഭ, അവർ ദൈവവചനം കാത്തു. കാരണം ഇത് പറഞ്ഞത് ആരാണ് എന്ന ബോധം അവർക്കുണ്ടായിരുന്നു. മാത്രമല്ല, മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. എൻ്റെ വചനം കാത്തു എന്ന് പറയണമെങ്കിൽ ഈ പറയുന്ന ആളും നാമുമുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നാം ആ വചനത്തിന് പ്രാധാന്യം കൊടുക്കുകയുള്ളൂ. നമ്മെ അധികം സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദപ്പെട്ട ഒരാളുമായി നമുക്ക് അതുപോലെ ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വാക്ക് നാം കൈക്കൊള്ളും, ആ വാക്കിന് ഇടം കൊടുക്കും, പറയുന്നത് കേൾക്കും, അത് പാലിക്കും. ഇതേപോലെ എൻ്റെ കർത്താവിനുള്ള എൻ്റെ ബന്ധം എത്രമാത്രമായിരിക്കുന്നോ, എത്രമാത്രം ഗാഢമായിരിക്കുന്നോ, അത്രമാത്രം നാം അവൻ്റെ വചനത്തെ സ്നേഹിക്കും, അവൻ്റെ വചനത്തിന് ഇടം കൊടുക്കും. അല്ലായെങ്കിൽ ഇന്ന് നാം കാണുന്ന പോലെ ഇന്ന് കർത്താവിനല്ലോ സ്ഥാനം, കാശിനല്ലേ പ്രഥമ സ്ഥാനം, അല്ലെങ്കിൽ ലോകത്തിനല്ലേ പ്രഥമ സ്ഥാനം, ഈ ലോകത്തിന് ദൈവത്തിനല്ലേ പ്രധാന സ്ഥാനം, സത്യദൈവത്തിനല്ലേ ഈ ലോകത്തിന് ദൈവത്തിന്. അപ്പോൾ
കർത്താവിന് അറിയിക്കുന്ന സ്ഥാനം കൊടുക്കത്തില്ല. അവൻ്റെ വചനത്തെ അവഗണിക്കും. ഒന്നുകിൽ അതിനെ കാക്കും, അല്ലെങ്കിൽ അതിനെ അവഗണിക്കും, പാലിക്കത്തില്ല. ഇവിടെ പറയുന്നു, നിങ്ങൾ എൻ്റെ വചനം കാത്തു, ഞാൻ പറഞ്ഞത് കേട്ടു, ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു. അതിൻ്റെ അർത്ഥം ഒന്നാണല്ലോ. നമുക്കും ഇത് തന്നെയാണ്. ഈ അറിയിച്ചെന്ന ആര്, അവനുമായി നമ്മുടെ ബന്ധമെന്ത്? യോഹന്നാൻ വേറെ രീതിയിലാണ് പ്രസന്റ് ചെയ്തത്. അവനിൽ ഈ 1 യോഹന്നാൻ 3-ാം അധ്യായത്തിലുണ്ടല്ലോ, 1-ാം വാക്യത്തിൽ, കാൺമിൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു എന്ന് പറയുന്നു. എന്നിട്ടാണ് താഴോട്ട് വരുമ്പോൾ 3-ാം വാക്യത്തിൽ പറഞ്ഞത്, അവന് ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ താൻ നിർമ്മലീകരിക്കുന്നു. അവൻ ഈ എന്താ, ഞാൻ ദൈവ പൈതലാണ്, എനിക്ക് ആ പദവി ദൈവം തന്നതാണ് എന്ന ബോധം ഹൃദയത്തിലുള്ള ആർക്കും അവൻ്റെ വചനം പാലിക്കുന്ന ബുദ്ധിമുട്ടല്ല. അല്ലെങ്കിൽ എൻ്റെ വചനം കാത്തുവെന്ന് അവരെ കുറിച്ച് കർത്താവ് പറയും. അവിടെ ശക്തി, എനിക്ക് ബലഹീനതയില്ല, എനിക്ക് കഴിവില്ല എന്നൊന്നും ആ വ്യക്തി പറയത്തില്ല. സ്വന്തം ബലഹീനത നോക്കാൻ വാക്കിൽ വിശ്വസ്തരായി ദൈവത്തോട് വിശ്വസ്തരായിരിക്കും. മാത്രമല്ല, മൂന്നാമതായി എനിക്ക് പറയാനുള്ളത്, നാം വചനം കാക്കണമെങ്കിൽ അല്ലെങ്കിൽ അത് പാലിക്കണമെങ്കിൽ അത് എന്ത് അരുളി ചെയ്തു ഉദ്ദേശം കൂടെ നാം മനസ്സിലാക്കണം. എന്തിനാണ് ആ വചനം പറഞ്ഞത്? അല്ലെങ്കിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ചോദിച്ചാൽ ഓരോ ജിയോ വരും, അല്ലെങ്കിൽ ഗവൺമെൻറ് ഓർഡർ. ആ ഓരോ ജിയോ വരുമ്പോൾ അവർക്ക് എന്തിനു വേണ്ടിയാണ് ആ ജിയോ ഉള്ളത് എന്നുള്ളത് അതിൽ കാണും. അത് അവരനുസരിക്കണം. ഇതേപോലെ നമ്മോട് അരുളി ചെയ്യുന്നത് എന്തിനു ചെയ്യുന്നു? എബ്രാഹിം തുടങ്ങുമ്പോൾ തന്നെ ആരംഭഭാഗത്ത് തന്നെ കാണുമല്ലോ, ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നത് കാണാമല്ലോ. എന്തിന് ഈ വചനം? എന്തിന്? ഇതിന്റെ ഉദ്ദേശം എന്താ? നമ്മെ അവനെ പോലെയാക്കി അവനെ നിർത്തുവാൻ അവന്റെ വചനം തന്നിരിക്കുന്നു. അപ്പോൾ ആ പർപ്പസ്, ആ ഉദ്ദേശം എന്തിനീ വചനം തന്നു? ഒന്ന്, വചനത്തിന്റെ ഉറവിടം. രണ്ട്, ആ ഉറവിടവുമായി എനിക്കുള്ള ബന്ധം. മൂന്ന്, എന്നെക്കുറിച്ചുള്ള അവന്റെ ആലോചനയെ നമ്മെ അറിയിച്ചതിന്റെ ഉദ്ദേശം. ഇത് മൂന്നും ശരിയായി അറിഞ്ഞിരുന്നാൽ നാം ആ വചനം കാക്കും, അത് പാലിക്കും. ഫിലദൽഫിയ സഭ അത് പാലിച്ചു, അതവർക്ക് അനുഗ്രഹമായി. ഇപ്പോൾ നമ്മോട് ചോദിച്ചാൽ എൻ്റെ വചനം നീ കാത്തോ എന്ന് നമ്മോട് ചോദ്യം വന്നാൽ നമുക്ക് എന്തായിരിക്കും മറുപടി? അയ്യോ, ഞാൻ അറിഞ്ഞില്ല, ഉദ്ദേശിച്ചില്ല, ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തില്ല എന്നൊക്കെ പറയുമോ? ഞാൻ കാത്തില്ല, ഞാൻ അത്ര പ്രാമുഖ്യം കൊടുത്തില്ല എന്ന് പറയുമോ? അതോ കർത്താവേ, ഞാനത് അതിൻപടി നടന്നു ജീവിക്കുന്നു, അതിനെ കാത്തുപാലിക്കുന്നു എന്ന് നീ അറിയുന്നല്ലോ എന്ന് കർത്താവിനോട് പറയാൻ നമുക്ക് കഴിയുമോ? വേറെ കാര്യം കൂടെ കർത്താവ് എടുത്ത് പറഞ്ഞാൽ വചനം കാത്തത് മാത്രമല്ല, അടുത്ത എഴുതിയിരുന്നു, എൻ്റെ നാമം നിഷേധിച്ചുമില്ല, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. എന്താ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? അപ്പം ദൈവത്തിൻ്റെ നാമത്തെ നിഷേധിക്കാൻ സാധിക്കുമോ? നിഷേധിക്കാറുണ്ടോ? പല വചനങ്ങൾ നോക്കിയാൽ തീർച്ചയായിട്ടും സാധിക്കും. ദൈവത്തിൻ്റെ നാമത്തെ നിഷേധിച്ച പല സംഭവങ്ങൾ ദൈവത്തിലുണ്ടല്ലോ. ഒരു സാധാരണമായ കാര്യം നോക്കിയാൽ, ഒന്ന്, ചിലപ്പോൾ അതികഠിനമായ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നാം അവൻ്റെ നാമത്തെ നിഷേധിച്ചെന്നിരിക്കാം. അല്ലെങ്കിൽ കർത്താവ് ഈ വിതയ്ക്കുന്നതിൻ്റെ ഉപമ പറഞ്ഞല്ലോ, അതിൽ 4 തരം സ്ഥലത്ത് വീണ കാര്യം എഴുതിയിരുന്നു. അതിൽ വഴിയിലെ വീണത് കാക്ക കുത്തിപ്പോയി, പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലത്ത് വീണെന്ന് എഴുതിയിരിക്കുന്നു. അതെന്താ പറ്റിയേ? അത് മുളച്ചു, പക്ഷേ സൂര്യൻ വന്നപ്പോൾ ചൂടോടെ ഉണങ്ങിപ്പോയി. അപ്പോൾ
ആഴത്തിൽ വീഴാത്തത്, ആഴത്തിൽ വിത്ത് വീണിട്ടില്ലെങ്കിൽ അത് പോവും, ഉണങ്ങിപ്പോവും, നിഷേധിക്കും അവൻ്റെ വചനത്തെ. അധികരണമായ പരിശോധന മധ്യേ ആ കർത്താവിന് തള്ളിപ്പറഞ്ഞ് അവർ പോവും. ചിലർക്ക് അത് ആഴമായ പേരില്ലാത്തതുകൊണ്ട് അങ്ങനെ സംഭവിക്കാം. നമ്മുടെ ഇന്ത്യയിൽ പലപ്പോഴും നാം കാണുന്നില്ലേ കർവാപ്പസി, പഴയതിലേക്ക് മടക്കിക്കൊണ്ടുപോകാൻ വലിയ പരിശ്രമം നടക്കുന്നത്. അത് ചിലർ പോകുന്നുമുണ്ട്. അതിന് കാരണം ആഴത്തിൽ വരില്ല. അവനെയോട് അഗാധവൻ ആരെന്ന് ആഴത്തിൽ അറിഞ്ഞാൽ ഒരിക്കലും അവനോട്ട് പോകത്തില്ല. അപ്പോൾ ചില സാഹചര്യങ്ങൾ അവനെ തള്ളിപ്പറയാം. അത് മാത്രമാണോ? സാരശവാക്യം 30-ാം അധ്യായത്തിൻ്റെ 8ഉം 9ഉം വാക്യങ്ങളിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. 8-ാം വാക്യത്തിൽ എനിക്ക് ദാരിദ്ര്യവും സമ്പത്തും തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പൊഴിപ്പിക്കണമേ എന്ന് പറയുന്നു. എന്നാൽ 9-ാം വാക്യത്തിൽ വരുമ്പോൾ അതിൻ്റെ കാരണവും പറയുന്നുണ്ട്. വ്യാജവും ഭൂഷ്കും എന്നോട് അകറ്റണമേ, ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ. 9-ാം വാക്യം, ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആർ എന്ന് നിന്നെ നിഷേധിപ്പാനും ദരിദ്രനായി തീർന്നിട്ട് മോഷിച്ച എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുതേ. അവരൊരു കാര്യം പറയും, എന്തുകൊണ്ട് സമ്പത്ത് തരരുത്? എന്തുകൊണ്ട് സമ്പത്ത് തരരുത്? ആഗൂർ പറയുന്നത് കേൾക്കുക, എനിക്ക് സമ്പത്ത് വേണ്ട, നമ്മളെല്ലാം സമ്പത്ത് തരണേ വാലിൽ തലയാക്കണേ എന്നല്ലേ നാം പ്രാർത്ഥിക്കുക. പക്ഷേ ഇവിടെ ഒരുത്തം പറയുന്നത് എനിക്ക് സമ്പത്ത് തരരുതേ. എന്തുകൊണ്ട്? എനിക്ക് അന്നെന്നുള്ളത് മതി. എന്തുകൊണ്ട്? 9-ാം വാക്യത്തിൽ പറയുന്നു, തൃപ്തനായി തീർന്നുണ്ട് യഹോവ ആരെന്ന് നിന്നെ നിഷേധിപ്പാൻ. കാശ് കൂടുമ്പം പതുക്കെ സൗകര്യമായിട്ട് കർത്താവായ അതാണ് ദൈവത്തെ നിഷേധിക്കും, അവനെ തള്ളിപ്പറയും. മറ്റൊരു വാക്യം കൂടെ വായിക്കുമ്പോൾ അത് കുറച്ചുകൂടെ മനസ്സിലാകും. നാം ഇന്ന് അതല്ലേ കാണുന്നേ. ഒരു കാലത്ത് കർഷകരുടെ നടുവിൽ കണ്ണുനീരോടെ എന്ത് വന്നാലും കർത്താവിൽ ആശ്രയിച്ചിരുന്ന, എല്ലാത്തിനും കർത്താവിൽ ആശ്രയിച്ചിരുന്നവർ ഇന്നവൻ്റെ പേർ പറയാൻ പോലും മടിക്കുന്ന സ്ഥിതി നാം കാണുന്നില്ലേ. അവൻ്റെ നാമത്തെ നിഷേധിക്കുക. ആഗൂർ പറയുന്നു, തൃപ്തനായിട്ട് അല്ലെങ്കിൽ സമ്പന്നനായിട്ട് നിന്റെ നാമത്തെ നിഷേധിപ്പാൻ എനിക്ക് സംഗതി വരരുതേ. സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്. ഇന്ന് നാം കാണുന്നതോ ഇക്കാലത്ത് നമ്മുടെ സമൂഹത്തിൽ കാണുന്നതോ കൂട്ടിവയ്ക്കാൻ വർദ്ധിപ്പിക്കാൻ ഉള്ള പരക്കം പാച്ചിൽ ദൈവത്തെ മറക്കുന്നു, ദൈവത്തെ മറക്കുന്നു, ഉപദേശത്തെ മറക്കുന്നു, സത്യത്തെ മറക്കുന്നു, എല്ലാം മറക്കുന്നു കാശിന് കൊണ്ട്. ഒരു ഞാൻ പണ്ടം കണ്ട ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. ഒരു തമിഴ് സിനിമാക്കാരൻ പണ്ട് എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ കേട്ടതാണ്. കാശ് ചെയ്താൻ കടവുളപ്പ, കാശാണ് ദൈവം. അവൻ സിനിമയിൽ പാടിയതാണ്. ഇന്നങ്ങനല്ലേ പലർക്കും കാശുണ്ടാക്കാൻ അവൻ്റെ നാമത്തെ ദുർവിനിയോഗം ചെയ്യുന്ന. ചിലപ്പോൾ വിശുദ്ധമെന്ന് അനുമാനിക്കാവുന്ന പുറമേക്കെല്ലാം തോന്നും വിശുദ്ധമാണ്, പക്ഷേ അന്തരംഗത്തിൽ തികച്ചും വക്രമായ ഉദ്ദേശം. ഇത് കർത്താവ് കാണുന്നുള്ള ചിന്തയില്ലല്ലോ. അതിനർത്ഥം അവൻ്റെ നാമത്തെ നിഷേധിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും പോക്കും വരവും പെരുമാറ്റവും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കർത്താവ് എന്നുള്ള ബോധം ജീവിതത്തിലുണ്ടെങ്കിൽ ആകാത്ത ഒരു വഴിക്കും തിരിയത്തില്ല. അപ്പോൾ സമ്പത്ത് കൂടിയാൽ കർത്താവിനെ നിഷേധിക്കും. അപ്പോൾ നിങ്ങൾ എന്നെ കേൾക്കുന്ന ചിലർക്കെങ്കിലും ഒരു സംശയം ഉണ്ടായേക്കാം. എത്രയോ സമ്പന്നന്മാർ ദൈവഭക്തന്മാരായി ജീവിക്കുന്നു ഉണ്ട്. കൊളോസിയിലെ ഒരു നല്ല ആൾ ഉണ്ടായിരുന്നല്ലോ, ഫിലേമോൻ, സമ്പന്നനായൊരു മനുഷ്യൻ. എത്രയോ പേർ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കർത്താവ് അത് വേറെ രീതിയിലാണ് പറയുന്നത്. സമ്പത്തിൽ ആശ്രയിക്കുന്നു, അതിനായി ശ്രമിക്കുന്നവർ. ഇന്ന് കാണുന്ന പ്രവണത
എന്തായാലും പ്രസംഗിച്ചാലും പ്രവചിച്ചാലും രോഗശാന്തി നടത്തിയാലും എന്ത് ചെയ്താലും കാശുണ്ടാക്കാൻ ദൈവത്തെ നിഷേധിക്കുന്ന പ്രവണത. ഞാൻ മുന്നോട്ട് നീങ്ങട്ടെ. യൂദാലേഖനത്തിൽ 4-ാം വാക്യത്തിൽ ഇങ്ങനെയാണല്ലോ: നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അഭക്തർ, ഭക്തി കെട്ടവർ. ഭക്തിയുടെ വേഷമുണ്ട്, ഭക്തിയുടെ വാക്കുകളുണ്ട്, ജീവിതത്തിൽ ലേശം പോലും ദൈവഭക്തിയില്ല. അഭക്തരായ ചിലർ അവരെന്ത് ചെയ്യുന്നു? നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന. ഞാൻ ഒത്തിരി വിശദീകരണം തരേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ചുറ്റുപാടുമൊക്കെ തന്നെ നമുക്ക് കാണാമല്ലോ. ജീവിതം എങ്ങനെയായാലും കുഴപ്പമില്ല, കൃപയില്ലയോ? ഏത് തല്ലിപ്പൊളിക്കും ആരാധകരുള്ള കാലമല്ലേ ഇന്ന്. എൻ്റെ അർത്ഥം ദൈവത്തെ, കർത്താവിനെ നിഷേധിക്കുന്നവർ, അഭക്തർ. അഭക്തി എവിടെയുണ്ടോ അവർ ദൈവത്തെ നിഷേധിക്കും. ഇതേ കാര്യം തന്നെയാണ് 2 പത്രോസ് 2-ാം അധ്യായം 1-ാം വാക്യം: കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിലുണ്ടായിരുന്നു, അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേശകന്മാരുണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശിക്ഷനാശം വരുത്തും. തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറയും. നാശകരമായ മതഭേദങ്ങൾ എത്ര ദുഃഖകരമാണ്. അപ്പോൾ കർത്താവിനെ തള്ളിപ്പറയുന്ന, യേശുക്രിസ്തുവിനെ തള്ളിപ്പറയുന്ന, യേശുവിനെ നിഷേധിക്കുന്ന, ദൈവനെ കാത്തവർ, ദൈവന്റെ നാമത്തെ നിഷേധിക്കുന്നവർ. മാത്രമല്ല, അനേക വാക്യങ്ങൾ വായിക്കാനുണ്ട്, ഞാൻ വായിക്കുന്നില്ല. തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ മറ്റൊരു കൂട്ടരെ കാണാം. അഭക്തി മാത്രമല്ല, ഭക്തികേട് മാത്രമല്ല. അതിൻ്റെ 16-ാം വാക്യം: അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നുവെങ്കിലും പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കുന്നു. അവർ അറയ്ക്കത്തക്കവരും അനുസരണം കെട്ടവരും യാതൊരു നല്ല കാര്യത്തിനും കൊള്ളാത്തവരുമാകുന്നു. ഫിലദൽഫിയയിലെ സഭ ഈ കർത്താവിൻ്റെ നാമത്തെ നിഷേധിച്ചില്ല, അതിനോട് വിശ്വസ്തത പുലർത്തി, അവൻ്റെ നാമത്തെ അവർ ഏറ്റുപറഞ്ഞു. എന്നാൽ ഇവിടെ അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നു, ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നു, പക്ഷേ പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കുന്നു. ജീവിതം കൊണ്ട് അവനെ നിഷേധിക്കുന്നു. വായിൽ ദൈവമുണ്ട്. ഇന്നും അതല്ലേ നാം കാണുന്നത്. നമ്മുടെ ജീവിതശൈലി കണ്ടാൽ, നമ്മുടെ നടപ്പ് കണ്ടാൽ, നമ്മുടെ പ്രവൃത്തി കണ്ടാൽ, നമ്മുടെ പെരുമാറ്റം കണ്ടാൽ ദൈവനിഷേധികളായി പോകുന്നില്ലേ? അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നു. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ദൈവമക്കളാ. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് നുഴഞ്ഞു വന്ന കള്ളാസോന്മാർ എന്ന് പറയുന്നുണ്ട്. ഈ പ്രവാസിയിൽ നിന്ന് മടങ്ങി വന്നവർ ദേവാലയം പണിയാൻ ഒരുങ്ങുടനെ അവരുടെ തദ്ദേശവാസികൾ അവരുടെ അടുക്ക് വന്നു, ഞങ്ങളും കൂടെ പണിയാം. ഞങ്ങൾ പണ്ട് മുതലേ ഞങ്ങളിവിടെ കൊണ്ടുവന്നാക്കിയ അശൂർ രാജാവിൻ്റെ കാലം മുതലേ ദൈവത്തെ ആരാധിക്കുന്നവരാ. ഇതുപോലെ തന്നെയല്ലേ പ്രവൃത്തികളാൽ നിഷേധിക്കുകയും വാ കൊണ്ട് ദൈവത്തെ എന്ന് പറയുകയും. ശരിക്കും പറഞ്ഞാൽ ആന്തരസേവ. എന്നിട്ട് അവരുടെ ലക്ഷണം പറയുന്നു: അവർ അറയ്ക്കത്തക്കവരും അനുസരണം കെട്ടവരും യാതൊരു നല്ല കാര്യത്തിനും കൊള്ളരുതാത്തവരുമാകുന്നു. അറയ്ക്കത്തക്കവർ, അനുസരണം കെട്ടവർ, നല്ല കാര്യത്തിനൊന്നും അവർ കൊള്ളുകയില്ല. പ്രിയമുള്ളവരെ, ഇങ്ങനെ നോക്കിയാൽ നമ്മുടെ ചുറ്റുപാടുകൾ എന്തുമാത്രം നമ്മുടെ കർത്താവിനെ നിഷേധിക്കുകയോ ഏറ്റുപറയുകയോ. ഫിലദൽഫിയയിലെ സഭ അവർക്കൊന്നും വലുതായിട്ടൊന്നും പറയാനില്ല, പക്ഷേ കർത്താവിന് പറയാനുണ്ട്: നിങ്ങൾ വിശ്വസ്തരാണ്, നിങ്ങൾ എൻ്റെ വാക്ക് ഏറ്റെടുത്തു, നിങ്ങൾ എൻ്റെ വചനം കാത്തു, എൻ്റെ വചനത്തോട് അവിശ്വസ്തത കാണിച്ചില്ല, എൻ്റെ വചനം പാലിച്ചു. മാത്രമല്ല
പിന്നെ നാമം ഏറ്റു പറഞ്ഞു. അല്ലെ, നാമം നിഷേധിച്ചുമില്ല എന്ന് പറയുമ്പോൾ നാമം ഏറ്റു പറഞ്ഞു. എങ്ങനെ? അവരുടെ ജീവിതം കൊണ്ട്, അവരുടെ പ്രവൃത്തി കൊണ്ട്, അവരുടെ ഭക്തി കൊണ്ട്. ഭക്തിയുടെ വേഷമല്ലായിരുന്നു. പോരാട്ടത്തിന് നടുവിലും പ്രതികൂലത്തിന് നടുവിലും അവരുടെ സാഹചര്യങ്ങൾ നോക്കാതെ കർത്താവിനോട് വിശ്വസ്തയുള്ളവരായിരുന്നു. നാമോ നമുക്കേതാണ് പ്രധാനം? അവൻ്റെ നാമം ഉപയോഗിച്ച് ലോകത്തിൽ പലതും നേടുകയും പ്രവൃത്തികളാൽ അവൻ്റെ നാമത്തെ നിഷേധിക്കുകയും ചെയ്യുന്നവരോ, അതോ അവൻ്റെ നാമം ഏറ്റു പറഞ്ഞ് അവന് വേണ്ടി ജീവിക്കുന്നത്? ദൈവത്തെ അറിയുന്നു തീത്തോസ് പറഞ്ഞ പോലെ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നു. നമ്മുടെ അറിയുന്നവൻ്റെ പ്രവൃത്തിയും അതുപോലെ ആയിരിക്കണം. ദൈവത്തെ അറിയുന്നവന് അശുദ്ധമായ ഒന്നിനോടും ഒരു കൂട്ടുകെട്ടുമില്ലല്ലോ, അകത്ത് ഒന്നിലും ഇടപെടത്തില്ലല്ലോ. അവന് ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട്. ഞാൻ ആദ്യം യോഹന്നാനിൽ 1 വാക്യം ഉദ്ധരിച്ച പോലെ അവനും എനിക്ക് എൻ്റെ കർത്താവിനോട് സമനാകണം, അവനെ പോലെയാകണം എന്ന ചിന്തയേ ഉള്ളൂ. ദൈവനിഷേധത്തിന് ചില കാരണങ്ങൾ അല്പം ചിലത് മാത്രം സന്ദർഭവശാൽ നാം ചിന്തിച്ചു. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. എന്നിട്ട് കർത്താവ് എന്തു പറഞ്ഞു? കർത്താവ് പറഞ്ഞ കാര്യം കൂടെ പറഞ്ഞ് ഞാനത് ഈ ഭാഗം അവസാനിപ്പിക്കാം. പറഞ്ഞല്ലോ, നിങ്ങൾ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമത്തെ നിഷേധിച്ചില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുടെ മധ്യേ, നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മധ്യേ നിങ്ങൾ എന്നെ ഏറ്റുപറഞ്ഞു, എന്നെ ഉയർത്തി, എന്നെ മഹത്വപ്പെടുത്തി. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യും? 9, 10 വാക്യങ്ങളത് കാണുന്നു. യഹൂദരല്ലാതിരിക്കെ, യഹൂദരെന്ന് കളവായി പറഞ്ഞ ചിലരെ ഞാൻ സാത്താൻ്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിന്റെ കാൽക്കൽ വന്ന് നിന്നെ നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു വന്ന് അറിയുവാനും സംഗതി വരുത്തും. അപ്പോൾ ദൈവവചനം കാക്കുകയും ദൈവത്തിൻ്റെ നാമത്തെ ഏറ്റുപറയുകയും ചെയ്താൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? വ്യാജവിശ്വാസികൾ, യഹൂദരിൽ നിന്ന് കള്ളം പറയുന്നത്, യഹൂദന് അല്ലാതിരിക്കെ യഹൂദെന്ന് പറഞ്ഞവർ അതിൻ്റെ അടുത്ത് വന്നാൽ ഞാൻ നിന്നെ സ്നേഹിച്ചെന്ന് അവരറിയും. അപ്പോൾ ജീവിതത്തിൽ കൂടെ അവരുടെ പൊള്ളത്തരം വെളിപ്പെടുകയും അവർ നിന്നെയാണ് നീ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവനാണ്, ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടവനാണ്, ദൈവത്താൽ നടത്തപ്പെടുന്നവനാണ് എന്ന് നിന്നെ വണങ്ങാൻ വരെ ഞാൻ ഇടയാക്കും. അല്ലെങ്കിൽ അവരുടെ തട്ടിപ്പെല്ലാം നിന്റെ മുൻപിൽ പൊളിയും. അവർ മനസ്സിലാക്കും, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എൻ്റെ സ്നേഹഭാജനമാണ്. ആര്? എൻ്റെ വചനം കാക്കുന്ന, എൻ്റെ നാമം ഏറ്റുപറയുന്നവർ. നാം ദൈവത്തിൻ്റെ വചനത്തിന് മുൻതൂക്കം കൊടുത്ത് അത് നിരസിക്കാതെ എന്ത് നഷ്ടം സഹിക്കേണ്ടി വന്നാലും ദൈവത്തെ മുറുകെ പിടിച്ച് അവൻ്റെ നാമത്തെ ഏറ്റുപറഞ്ഞ എന്നായാലും ലോകമറിയും കർത്താവിനെ സ്നേഹിച്ചു, നമ്മെ സ്നേഹിച്ചു, അവൻ എൻ്റെ പ്രേമവാചനമാണ്, ഞാനവനെ മാനിക്കുമെന്ന്, എന്നെ മാനിക്കുന്നതിനെ ഞാൻ മാനിക്കുമെന്ന ശമൂവേലിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ സന്ദർഭങ്ങളുടെ മധ്യത്തിൽ, കള്ളം പറയുന്നവരുടെ മധ്യത്തിൽ നിന്നെ ഞാൻ മാനിക്കും, ഞാൻ നിന്നെ സ്നേഹിച്ചെന്ന് പറയും. അവർ അറിയും. വ്യാജന്മാർ നിന്റെ മുൻപിൽ മുട്ടുമടക്കും, വ്യാജന്മാർ നിന്റെ മുൻപിൽ മുട്ടുമടക്കും. മാത്രമല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നീ എൻ്റെ സ്നേഹത്തിൻ്റെ പാത്രമാണ് എന്ന് അവരറിയും. വ്യാജം പറയുന്നവർ, ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുന്നു, വ്യാജം പറയുന്നവർ ഇന്ന് ചിലപ്പോൾ ജയിച്ചു എന്ന് വിചാരിച്ചേക്കാം. എന്നാൽ അത് താൽക്കാലികമാണ്. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, സത്യം വസ്ത്രം ധരിക്കുന്നതിന് മുൻപ് പോഷ്ക്ക് പകുതി ദൂരം സഞ്ചരിച്ചിരിക്കുന്നു. അതുപോലല്ലേ എല്ലായിടത്തും. പരമാർത്ഥികളെ നാവ് കൊണ്ട് കൊല്ലാൻ ഒരു മടിയും കാണിക്കാത്ത കള്ളവിശ്വാസികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമല്ലേ ഇത്. അവർ മുട്ടുകുത്തുന്നതിൻ്റെ മുമ്പിൽ. മാത്രമല്ല, ഒരു കാര്യം, മുട്ടുകുത്തണമെങ്കിൽ എങ്ങനെ?
നീ ദൈവവചനം കാത്ത് എൻ്റെ നാമത്തെ ഏറ്റുപറഞ്ഞ് എൻ്റെ നാമത്തോട് വിശ്വസ്ത പുലർത്തുന്നു എങ്കിൽ ഞാനിത് ചെയ്യുമെന്ന് കർത്താവ് പറയുന്നു. അവർ കൂട്ടുകുത്തു. മാത്രമല്ല, നീ എൻ്റെ സ്നേഹവാചനമാണെന്ന് അവരറിയും. അത് ഞാൻ വെളിപ്പെടുത്തും. കർത്താവ് ദൈവം ചെയ്യും. തൽക്കാലം വേദന നമുക്ക് നഷ്ടമോ? നാം സത്യസന്ധരെങ്കിൽ, നാം വിശ്വസ്തരെങ്കിൽ, നാം നിർമ്മലരെങ്കിൽ, ദൈവവചനം കാക്കുന്നവരെങ്കിൽ, ദൈവത്തിൻ്റെ നാമത്തോട് വിശ്വസ്ത പുലർത്തുന്നവരെങ്കിൽ തൽക്കാലം അല്പമൊക്കെ വിഷമമൊക്കെ നമുക്കുണ്ടാകാം. പക്ഷേ അതിലുറച്ചു നിന്നാൽ ബലഹീനാവസ്ഥയിലും താണ അവസ്ഥയിലും ഇല്ലായ്മയിലും കർത്താവിന്റെ വിശ്വസ്ത പുലർത്തി അതിലുറച്ചു നിന്നാൽ അവൻ മാനിക്കുന്നൊരു സമയമുണ്ട്. മാത്രമല്ല, മറ്റൊരു കാര്യം കൂടെ പറയും. 10-ാം വാക്യത്തിൽ സാക്ഷരതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നതിനെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം കാത്തു. അപ്പോൾ ആ സഭയ്ക്കൊരു സ്വഭാവം കൊണ്ടാണ് സഹിഷ്ണുത. പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യേ പിടിച്ചു നിൽക്കണം എന്നുള്ള ദൈവത്തിൻ്റെ ആലോചന അവർ മുകളിലേക്ക് എടുത്തു. അതുകൊണ്ട് തൽക്കാല പ്രതിസന്ധി അവർ കാര്യമാക്കിയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? വലിയ പരീക്ഷാകാലത്തും നിങ്ങളെ കാക്കും. എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചില്ല. ദൈവവചനം കാക്കുകയും ദൈവത്തിൻ്റെ നാമത്തെ ഏറ്റുപറയുകയും ചെയ്യുന്ന ദൈവവചനം, അതിന് എന്ത് വേണമെന്ന് നാം ചിന്തിച്ചു. ദൈവവചനം കാക്കണമെങ്കിൽ എന്ത് വേണം? അത് ചെയ്യുന്നതിനാണെന്നുള്ള ബോധം വേണം. അതിനുമായുള്ള ബന്ധം നമുക്ക് അതുപോലെ വേണം. എന്തിനു വേണ്ടി നമ്മോട് സംസാരിക്കുന്നു എന്ന ബോധവും വേണം. അതിൻ്റെ ഉദ്ദേശം എന്താ എന്ന ബോധം വേണം. അവൻ്റെ നാമത്തെ നിഷേധിക്കുന്നവരെ കുറിച്ച് നാം ചിന്തിച്ചു. ആ സഭ അവൻ്റെ നാമത്തെ നിഷേധിച്ചില്ല. ഫിലദെൽഫിയ സഭ അവൻ്റെ നാമത്തോട് വിശ്വസ്ത പുലർത്തി. അവനെ ഏറ്റുപറഞ്ഞു. അതുകൊണ്ട് അത് കർത്താവ് പറയുന്നു, വ്യാജം പറയുന്നവർ നിന്റെ മുൻപിൽ മുട്ടുമടക്കും. അവർ നിന്നെ മടങ്ങും. ഞാൻ നിന്നെ സ്നേഹിച്ചെന്ന് അവർ അറിയും. അവരുടെ മുമ്പിൽ ഞാൻ നിന്നെ മാനിക്കുമെന്ന്. മാത്രമല്ല, ഞാൻ നിന്നെ കാക്കും. ഇതിൽ പരം എന്ത് വേണം? അപ്പോൾ ഇതിൽ പരം എന്ത് വേണം? നമുക്ക് അല്പമേ ആ സഭയ്ക്ക് അല്പമേ ശക്തി ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും അവർ ദൈവത്തോട് വിശ്വസ്ത പുലർത്തി. പ്രിയമുള്ളവരെ, ഈ കാലത്ത് സാഹചര്യങ്ങളെല്ലാം ദൈവത്തോട് വിശ്വസ്ത പുലർത്തി ജീവിക്കുന്നതിനെതിരായിരിക്കുന്ന കാലത്ത് കർത്താവിനെ മുറുകെ പിടിച്ച്, അല്പമേ ശക്തിയുള്ളെങ്കിലും കർത്താവിനെ മുറുകെ പിടിച്ച് അവൻ്റെ വചനം കാത്ത് അവൻ്റെ നാമത്തെ നാം ഉയർത്തിയാൽ, അവനോട് വിശ്വസ്ത പുലർത്തിയാൽ ഒരിക്കലും നമുക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല. തൽക്കാലമായിട്ട് പ്രതിസന്ധികളും ഉണ്ടായേക്കാം. എന്നാൽ നാം സഹിഷ്ണുള്ളവരായിരുന്നാൽ തീർച്ചയായിട്ടും അവൻ നമ്മെ മാനിക്കും. വ്യാജം പറയുന്നവർ നമ്മുടെ മുമ്പിൽ മുട്ടുമടക്കും. നാം കർത്താവിനെ സ്നേഹിച്ചു എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കും. അതുമല്ല, കർത്താവ് നമ്മെ സംരക്ഷിക്കും. നമ്മുടെ ജീവിതത്തിൽ ഈ അനുഭവത്തിൽ മുന്നോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു കാരണവശാലും അവൻ്റെ നാമത്തെ തള്ളിക്കളയാതെ, അവൻ്റെ നാമം നിഷേധിക്കാതെ, നമ്മുടെ പ്രവൃത്തി കൊണ്ട് അവനെ നിഷേധിക്കാതെ, അവക്തി കൊണ്ട് അവനെ നിഷേധിക്കാതെ, അവനെ മാനിച്ച് നമുക്ക് ജീവിക്കാം. അവൻ്റെ വചനം കാക്കാം. അവൻ്റെ നാമത്തെ ഏറ്റുപറയാം. അവൻ്റെ സാന്നിധ്യത്തിൽ അവൻ്റെ പരിപാലനം അനുഭവിക്കാം. അതിനായി ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ സ്വർഗപിതാവേ, ഫിലദെൽഫിയ സഭ നിങ്ങളുടെ വചനം കാത്ത് നിങ്ങളുടെ നാമത്തെ നിഷേധിക്കാതെ നിങ്ങളുടെ വിശ്വസ്ത പുലർത്തിനെ കുറിച്ച് ചിന്തിപ്പാൻ ഞങ്ങൾക്കിടയായല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ, എന്തു വന്നാലും ഏത് പ്രതികൂല സാഹചര്യത്തിലും അല്പമേ ശക്തിയുള്ളെങ്കിലും നിങ്ങളുടെ വചനം കാത്ത് നിങ്ങളുടെ നാമത്തോട് വിശ്വസ്ത പുലർത്തി ഒരിക്കലും നിങ്ങളുടെ നാമത്തെ നിഷേധിക്കാതെ കർത്താവെ, ദൈവത്താൽ ആ വ്യാജം പറയുന്നവരുടെ മധ്യത്തിൽ അവർ മുട്ടുകുത്തി പോകുന്ന, അവർ ലജ്ജിതരാകുന്ന, ദൈവത്താൽ മാനിക്കപ്പെടുന്ന അവസ്ഥ ജീവിതത്തിൽ ഉണ്ടാകുവാൻ, ദൈവത്താൽ പാലിക്കപ്പെടുന്ന അവസ്ഥ ജീവിതത്തിൽ ഉണ്ടാകുവാൻ കർത്താവ് സഹായിക്കണമേ. കരങ്ങളേൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ.
ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുവാനാകട്ടെ.